ഇന്നലെ നടന്ന രണ്ടാമത്തെ മത്സരം ആവേശകരമായ ഒരു മത്സരം തന്നെയായിരുന്നു. ആ മത്സരത്തിലെ വിജയം നമ്മൾ കണ്ടു. ലക്നൗ സൂപ്പർ ജയൻസിനെ പരാജയപ്പെടുത്തി അവർ മൂന്നാം തോൽവിയാണ് അവർക്കുണ്ടായത്. 37 റൺസിന്റെ ജയമാണ് ഇന്നലെ പഞ്ചാബ് കിങ്സ് സ്വന്തമാക്കിയത്. ആ ജയത്തോടു കൂടി തന്നെ അവർ പ്ലേ ഓഫ് സാധ്യത വളരെ സജീവമാക്കി. 237 റൺസ് ലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ ലക്നൗ 199 അവരുടെ പോരാട്ടം അവസാനിച്ചു. 91 റൺസ് എടുത്ത ഓപ്പണർ പ്രഭ്സിമ്രാൻ സിംഗിന്റെ മിന്നുന്ന പ്രകടനമാണ് പഞ്ചാബിനെ കൂറ്റൻ സ്കോറിലെത്തിച്ചത്. മറുപടി ബാറ്റിംഗിൽ 73-5 എന്ന നിലയിലായ സൂപ്പർ ജയൻസിനെ ആയുഷ് ബഡോണിയും അബ്ദുൾ സമദുമാണ് ഭേദപ്പെട്ട സ്കോറിലെത്തിച്ചത്. പഞ്ചാബിനായി അർഷ്ദീപ് സിംഗ് 3 വിക്കറ്റ് എടുത്തു. ഡിബിൻ ഒരിക്കൽ കൂടി ചേരുകയാണ്. ഡിബിൻ, ഇന്നലത്തെ രണ്ടാമത്തെ മത്സരം നമ്മൾ പഞ്ചാബിന്റെ ഒരു പോരാട്ട വീര്യം നമ്മൾ കണ്ടു. പ്രഭ്സിമ്രാൻ സിംഗ്, ആ പേര് മാത്രം നമ്മളൊന്ന് എടുത്ത് ചർച്ച ചെയ്യണം. കാരണം കഴിഞ്ഞ ഈ IPL തുടങ്ങിയ ശേഷം നമ്മൾ അദ്ദേഹത്തിന്റെ പേര് ഇങ്ങനെ എന്താ പറയുക എടുത്ത് വേർതിരിച്ചെടുത്ത് ചർച്ച ചെയ്യണത് ഇതുവരെ ചെയ്തിട്ടില്ല. കാരണം പല ആളുകളും പറയുന്നു MS ധോണിയുടെ പഴയകാല ബാറ്റിങ്ങിനെ അനുസ്മരിപ്പിക്കുന്നു. കൺസിസ്റ്റന്റ് ആണ്, ഒപ്പം ചുരുങ്ങിയ പന്തുകളിൽ വലിയ കൂറ്റൻ സ്കോർ അടിക്കാൻ അദ്ദേഹത്തിന് പറ്റുന്നു. സ്പിന്നേഴ്സിനെതിരെ അദ്ദേഹം വളരെ ആത്മവിശ്വാസത്തോടെ ബാറ്റ് വീശുന്നു. പേസ് ബോളർമാരുടെ ലൈനും ലെങ്ത്തും മുൻപേ തിരിച്ചറിഞ്ഞ് അദ്ദേഹം ബാറ്റ് വീശുന്നു. എന്തുകൊണ്ടാണ് ഈ പ്രഭ്സിമ്രാൻ സിംഗ് ഇങ്ങനെ ആഘോഷിക്കപ്പെടാതെ പോയത്? അദ്ദേഹത്തിന്റെ പേര് ഈ IPL ഉണ്ട്, പക്ഷെ ദേശീയ ടീമിലേക്കൊന്നും അദ്ദേഹത്തിന് വലിയൊരു ഒരു പേര് നമ്മൾ കേൾക്കുന്നുമില്ല. തീർച്ചയായിട്ടും നമുക്കിത് ഇന്നലത്തെ മത്സരം നോക്കുകയാണെങ്കിൽ പ്രഭ്സിമ്രാൻ അടിപൊളി അതായത് ഒരു മികച്ച ഇന്നിങ്സ് തന്നെയായിരുന്നു. അതായത് ഇന്നലത്തെ മത്സരം മാത്രമല്ല, ഈ ടൂർണമെന്റിലുടനീളം അദ്ദേഹം മികച്ച രീതിയിലാണ് ബാറ്റ് ചെയ്യുന്നത്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഇന്ത്യൻ ജേഴ്സി അണിയാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഇനിയുള്ള അവസരം കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇങ്ങനെയുള്ള രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏത് സെലക്ടർമാർക്ക് അവഗണിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പെർഫോമൻസ് കണ്ടാൽ നമുക്ക്. അതായത് പല ബാറ്റ്സ്മാന്മാരും വഴുതി വീണ സമയത്ത് അദ്ദേഹം മികച്ച രീതിയിലാണ് ബാറ്റ് ചെയ്യുന്നത്. അത് ആ ടീമിനെ എത്രത്തോളം ഗുണം ചെയ്യുന്നു എന്ന് ഇന്നലത്തെ മത്സരം തന്നെ നമ്മൾ കണ്ടതാണ്. അപ്പം പഞ്ചാബ് നിരയിൽ ഒരു എക്സ് ഫാക്ടറായിട്ട് പ്രഭ്സിമ്രാൻ മാറിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് ഇനിയുള്ള മത്സരങ്ങളിലും തുടർന്നു പോകാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ടീമിൻ്റെ ഒരു കപ്പ് എന്ന രീതിയിൽ തന്നെ എത്തിക്കാൻ സാധിക്കുമെന്നാണ് നമുക്ക് പറയേണ്ടത്. പിന്നെ പഞ്ചാബ് ടീമിൻ്റെ ഒരു ഏറ്റവും വലിയൊരു കരുത്ത് എന്ന് പറഞ്ഞാൽ അവർ ഒരാൾ ഫ്ലോപ്പ് ആവുകയാണെങ്കിൽ മറ്റൊരു താരം പെർഫോം ചെയ്യുന്നതാണ്. ഇപ്പം ശ്രേയസ് അയ്യർ ആണെങ്കിലും അല്ലെങ്കിൽ ശശാങ്ക് സിംഗ് ആണെങ്കിലും അവരുടെ ബാറ്റിംഗ് ഓർഡർ ആണെങ്കിലും ബോളിംഗ് നിരയാണെങ്കിലും മികച്ച രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നത്. അത് ഒരാൾ വീഴുകയാണെങ്കിൽ മറ്റുള്ള അവരെ താങ്ങി നിർത്താനുണ്ട് എന്നുള്ളൊരു രീതിയിലുള്ള പെർഫോമൻസ് ആണ് പഞ്ചാബ് നിരയിൽ നിന്ന് കണ്ടിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും പ്രഭ്സിമ്രാനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന് ഇന്ത്യൻ ജേഴ്സിയിൽ അദ്ദേഹത്തിന് അണിയാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ പന്തിന് ഇത് എന്ത് പറ്റി എന്ന് ചോദിക്കണം. കാരണം ഇത്രയും വലിയ തുകയ്ക്ക് ഋഷഭ് പന്തിനെ വിളിച്ചെടുത്ത് ലക്നൗ അവരുടെ നിരയിൽ എത്തിച്ച സമയത്ത് പന്ത് മാത്രം കളിച്ച് ജയിപ്പിക്കുമെന്ന് വിശ്വസിച്ച ഒരു ലക്നൗ ആണ്. പക്ഷെ ചിത്രത്തിലേ ഇല്ല. ഇന്നലെയും അദ്ദേഹത്തിന്റെ പുറത്താക്കൽ നമ്മൾ കണ്ടു. ഈ പന്തിന് ഇത് എന്ത് പറ്റി? LST ടീമിൽ, അതായത് ലക്നൗ ടീമിൽ ഈ സീസണിൽ പന്തൊരു ഫാക്ടറാണോ എന്ന് ചോദിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം നിലവിലുള്ളത്. കാരണം മാർക്രമാണെങ്കിലും പൂരാനാണെങ്കിലും അല്ലെങ്കിൽ മാർഷാണെങ്കിലും അവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്നലത്തെ പെർഫോം ചെയ്ത ബദോണി ആണെങ്കിലും അവിടെ കഴിഞ്ഞ ആ ടീം പിന്നെ ഫ്ലോപ്പായി എന്ന രീതിയിലേക്ക് അവരുടെ ആരാധകരെ തന്നെ നിലയിലേക്ക് ചിന്തിപ്പിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്കാണ് പന്തിൻ്റെ ഒരു പെർഫോമൻസ്. കാരണം അദ്ദേഹം നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഇന്നിങ്സ് അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഏറെ വന്ന ഒരു 30ന്റെ മേലെ ഒരു കളിയെങ്ങാനും സ്കോർ ചെയ്തിട്ടുണ്ട് തോന്നുന്നു. അതിനപ്പുറത്തേക്ക് അദ്ദേഹം ബാറ്റിങ്ങിൽ മാത്രമല്ല, അദ്ദേഹം കീപ്പിങ്ങിലും വളരെ മോശമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു മിസ്റ്റേക്ക് കാരണം ഒരു മത്സരം തന്നെ അവർ തോൽക്കുന്ന ഒരു നിലയിലേക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം അതായത് ഈ തുക മാത്രമല്ല, IPL ഓപ്ഷനിൽ കിട്ടുന്ന തുക മാത്രമല്ല, പെർഫോമൻസും വളരെ രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് അദ്ദേഹം ട്രോൾ ചെയ്യപ്പെടുന്നത് എന്നുള്ള കാര്യം വേറൊരു കാര്യമാണ്. അപ്പം നമ്മളിനി ഈ സീസണിൽ ഇനി പന്തിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കാമോ എന്ന് ചോദിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്കാണ് നിലവിൽ പോകുന്നത്. ഓക്കെ പന്തിന് എന്തായാലും പന്ത് തിരികെ വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്.